ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ബേസിക് ഇംഗ്ലീഷിൻ്റെ ഫ്രേസസും അതുപോലെ തന്നെ സെൻറ്റൻസുമാണ്. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. യൂസ്ഫുൾ ഫ്രേസസ്. ഫ്രേസസിൻ്റെ യൂസ്ഫുൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നാണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായില്ല. ക്യാൻ യു സ്പീക്ക് സ്ലോലി പ്ലീസ്, നിങ്ങൾക്ക് കുറച്ച് പതുക്കെ സംസാരിക്കാമോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഐ ആം ലോസ്റ്റ്, ക്യാൻ യു ഹെൽപ്പ് മീ, ഞാൻ കളഞ്ഞു പോയി, എന്നെ ഒന്ന് സഹായിക്കുമോ? പിന്നെ വരുന്നത് ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ്. ഫാമിലിയിലും റിലേഷൻഷിപ്പിലും എങ്ങനെയാണ് വരുന്നത്? ഐ ആം മാരീഡ് അല്ലെങ്കിൽ സിംഗിൾ. ഇപ്പം നമ്മൾ പറയുമ്പോൾ ഐ ആം മാരീഡ് അല്ലെങ്കിൽ സിംഗിൾ. ഐ ഹാവ് എ ഫാമിലി, എനിക്കൊരു കുടുംബമുണ്ട്. മൈ വൈഫ് ഹസ്ബൻഡ് നെയിം ഈസ് എന്ന് പറയാം. ഇപ്പം എൻ്റെ ഭാര്യയുടെ പേര് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ പേര് എന്തുവാന്ന് വെച്ചാൽ അത്. ഐ ഹാവ് ചിൽഡ്രൻ, സൺ, ഡോട്ടർ വെച്ചാൽ എനിക്ക് പിള്ളേരുണ്ട്. മോളോ അല്ലെങ്കിൽ മോനോ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത്. പിന്നെ അടുത്തത് വന്നിട്ട് ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യം ട്രാൻസ്പോർട്ടേഷനാണ്. ഓക്കെ, ഐ നീഡ് എ ടാക്സി, എനിക്കൊരു ടാക്സി ആവശ്യമുണ്ട്. വേർ ഈസ് ദ ബസ് ട്രെയിൻ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ എവിടെയാണ്? ഐ വുഡ് ലൈക്ക് ടു റെൻ്റ് എ കാർ, ഞാനൊരു കാർ വാടകയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് മൈ ലഗേജ്, ഈ സാധനങ്ങൾ കൊണ്ട് എന്നെ ഒന്ന് സഹായിക്കാമോ? അതാണ്. ഇനി അടുത്തത് ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാവൽ, ഐ നീഡ് എ ടാക്സി, എനിക്കൊരു ടാക്സി ആവശ്യമുണ്ട്. വേർ ഈസ് ദി ബസ് ട്രെയിൻ സ്റ്റേഷൻ എന്നുവെച്ചാൽ ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ എവിടെയാണ്? ഐ വുഡ് ലൈക്ക് ടു റെൻ്റ് എ കാർ, ഞാൻ കാർ വാടകയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് മൈ ലഗേജ്, ഈ ലഗേജിന് എടുക്കാനായി എന്നെ ഒന്ന് സഹായിക്കുമോ? പിന്നെ ഹോട്ടൽ ആൻഡ് അക്കോമഡേഷൻ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഐ നീഡ് എ റൂം ഫോർ 1 night, എനിക്കൊരു രാത്രിയിലത്തേക്ക് ഒരു റൂമുറി ആവശ്യമുണ്ട്. ക്യാൻ ഐ ഹാവ് ദ കീ പ്ലീസ്, റൂമിൻ്റെ കീ ഒന്ന് തരുമോ? വേർ ഈസ് ദ എലിവേറ്റർ ഓർ ലോബി, ഇതിൻ്റെ ലോബി ഇതെവിടെയാണ്? ഐ വുഡ് ലൈക്ക് ടു ചെക്ക് ഔട്ട് പ്ലീസ്, എന്നുവെച്ചാൽ എനിക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ സമയമായി. ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്താ പറയുക നോക്കാം. ഐ നീഡ് എ ഡോക്ടർ, ഡെൻറ്റിസ്റ്റ്, എനിക്കൊരു ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റിനെയോ ആവശ്യമുണ്ട്. ഐ ഹാവ് എ ഹെഡ് ഏക്ക് ഓർ സ്റ്റൊമക്ക് പെയിൻ, എനിക്ക് തലവേദനയോ അല്ലെങ്കിൽ വയറുവേദനയോ ഉണ്ട്. ക്യാൻ ഐ ഹാവ് സം വാട്ടർ പ്ലീസ്, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? ഐ നീഡ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ അടുത്തത് ടൈം ആൻഡ് ഷെഡ്യൂൾഡ് വരുമ്പോൾ വാട്ട് ടൈം ഈസ് ഇറ്റ്, ഇപ്പോൾ സമയം എത്രയായി? ഐ ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ് അറ്റ്, എനിക്കിപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ട്, ഈ സമയത്ത് ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സമയം പറയാം, ഈ സമയത്താണ്. ക്യാൻ വി മീറ്റ് എ ടൈം പറയാം, എനിക്കൊന്ന് മീറ്റ് ചെയ്യാമോ ഈ സമയത്താണ് സമയം പറയാം. ഐ ആം റണ്ണിങ് ലേറ്റ്, സോറി, ഞാൻ കുറച്ച് ലേറ്റായി പോയി, സോറി എന്ന് പറയുന്ന പോലെ. പിന്നെ മിസ്ലേനിയസ് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ്? ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്, താങ്കൾ എന്നെ ഒന്ന് സഹായിക്കുമോ? പ്ലീസ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ക്യാൻ യു എക്സ്പ്ലെയിൻ, എനിക്ക് മനസ്സിലായില്ല, താങ്കൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ക്യാൻ യു സ്പീക്ക് ലൗഡർ അല്ലെങ്കിൽ സ്ലോലി, താങ്കൾ ഉറക്കെ സംസാരിക്കുമോ അല്ലെങ്കിൽ പതുക്കെ സംസാരിക്കുമോ? ഐ നീഡ് എ ട്രാൻസ്ലേറ്റർ പ്ലീസ്, എനിക്കൊരു ട്രാൻസ്ലേറ്ററിനെ ആവശ്യമുണ്ട്. ഇത്രയാണ് നമ്മൾ നോക്കിയിരുന്നത്. ഇതിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് ബേസിക് ഇംഗ്ലീഷും അതിൻ്റെ ഫ്രേസസും സെൻറ്റൻസും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയകളൊന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ചാനലായ കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി, സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസി ടിപ്സും എന്ന ക്ലാസ്സിലൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ആരെങ്കിലും അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും അക്കൗണ്ടൻസി അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും.
സോ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വന്നിട്ട് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.